എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഓസ്ട്രേലിയയിൽ റീച്ച് ചെയ്യണം, പക്ഷെ എനിക്ക് എക്സാംസ് ഒന്നും എഴുതാൻ വയ്യ. ഈ എക്സാംസ് ഒന്നും ഇല്ലാതെ ഓസ്ട്രേലിയയിൽ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സിന്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഒരു 6 കൺട്രിയിൽ പോയിട്ടുള്ള നഴ്സസിന് ഇത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അത് UK-ലോ അയർലൻഡിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെന്ന് കരുതുക. അവരതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്ട്രീം ലൈൻ പാത്വേ ഓപ്പൺ ആയിട്ടുണ്ട്. ആ സ്ട്രീം ലൈൻ പാത്വേക്ക് കുറെ റിക്വയർമെന്റുകളുണ്ട്. 2017 ശേഷം അവർ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. രജിസ്ട്രേഷൻ പ്രോസസ്സിന് എല്ലാ എക്സാമിനേഷൻസും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തവരായിരിക്കണം. അതായത് ആ പറയുന്ന കൺട്രിയിലെ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. യെസ്, അവിടുത്തെ റിക്വയർമെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അതുകൂടാതെ അവിടുത്തെ ലൈസൻസ് എടുത്തതിന് ശേഷം മിനിമം ഒരു 1 year വർക്ക് എക്സ്പീരിയൻസ് എങ്കിലും ആ കൺട്രിയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആപ്രയ്ക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിന് ആവശ്യമായ എൻക്ലെക്സ് RN, OSCE ഇതുപോലെയുള്ള എക്സാമിനേഷൻസ് എല്ലാം അവർക്ക് ജനറലി കേസ് ഓഫീസേഴ്സ് വേവ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, പ്രൊവൈഡഡ് ദേ ആർ എലിജിബിൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വളരെ ഈസിയർ ആയിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസ് ഉണ്ട്, PR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് എടുക്കാം. പിന്നെ അവർക്ക് അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആകാനും പറ്റുന്നതാണ്.